ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂടിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടി 2 നല്ല പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതിൻ്റെ തൊലി നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനിയൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 3.5 കപ്പാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് തുറന്നിരിക്കുന്നത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കരുത്, കഷ്ണങ്ങൾ മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തീരെ വെള്ളമില്ലാതെ ആട്ടോ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കുക്കറിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാകെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു 3-4 തവി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ഈ ടൈമിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ കുക്കറിലുള്ള, അത് ഒന്നാകെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക് കഴിക്കാനുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ ഒരു മാങ്ങ സീസണിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്നില്ലേ, അതേമാതിരി തന്നെ ഉണ്ട്. ഇനി ഇത് ഐസ് ക്യൂബ് ചേർത്ത് നമുക്കത് കുടിക്കാവുന്നതാണ്. ഞാനിതിൽ ഓരോ ഗ്ലാസ്സിലും ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നേരെ ഡയറക്റ്റ് ആയിട്ടും ഐസ് ക്യൂബ് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.